പ്രിയപ്പെട്ടവരെ, MTVlogന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ വയനാട്ടുകാരനായി ജീവിക്കുന്ന ഒരാളാണ്. വയനാട്ടിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രളയബാധിതരായ ആയിരക്കണക്കിന് ആളുകളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ശ്രദ്ധയിൽ വരാത്ത ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ നിങ്ങളെ ബോധ്യപ്പെടുത്താനും അതിന് പരിഹാരം കാണാനും വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ ചർച്ച ചെയ്യുന്നത്. ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, ഈ പ്രളയം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വെള്ളം കയറിയിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. വീടിനുള്ളിൽ വെള്ളം കയറിയിട്ട് കുട്ടികൾ പഠിക്കുന്ന പുസ്തകം, യൂണിഫോം, വസ്ത്രം ഒക്കെ ഒലിച്ചു പോകുന്നത് കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് പറ്റുകയാണ്. ഒരു രാത്രി കൊണ്ട് ഇത് സംഭവിക്കുകയും അങ്ങനെ സംഭവിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇവരെ പോലും അറിയാതെ പെട്ടെന്ന് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ, ഒരു സ്കൂളിൽ എത്തിപ്പെടുകയും അവിടെ ആയിരക്കണക്കിന് കുട്ടികൾ നിൽക്കുക, മുതിർന്നവരെല്ലാവരും ഉണ്ടാവുകയും ചെയ്യുന്നു. അവരുടെ ഒരു ദയനീയ മുഖം എന്ന് പറഞ്ഞാൽ, ഒരു ഇത്തിരി വസ്ത്രവുമായിട്ട് അല്ലെങ്കിൽ ഇത്തിരി ഭക്ഷണമായിട്ട് പോകുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ പത്രദ്വാര കണ്ടതാണ് ആസാമിൽ ഭൂകമ്പം, ആസാമിൽ വെള്ളപ്പൊക്കം, ബീഹാറിൽ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ വെള്ളപ്പൊക്കം. ആ സമയത്തുള്ള വീഡിയോസും ദൃശ്യങ്ങളും നമ്മൾ പത്രത്തിൽ കണ്ടവരാണ്, വാട്സപ്പിൽ കണ്ടവരാണ്. പക്ഷേ അത് നേരിട്ട് അനുഭവിക്കുന്ന ഒരു അതിഭീകരമായ ഒരു അന്തരീക്ഷം വയനാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ സംഭവിക്കുന്നത്, നമുക്ക് ഇതേപോലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഒരു ഓമ്നി വാഹനത്തിൽ, ഒരു പിക്കപ്പിലും ഡ്രസ്സുമായിട്ട് ചെല്ലുമ്പോഴേക്ക് കുട്ടികൾ, ചെറിയ കുട്ടികളടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഓടി വന്നിട്ട് അഭയാർത്ഥികളായിട്ട് വാങ്ങുന്ന ഒരു ദയനീയ രംഗം നമ്മൾ വല്ലാത്ത വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ മലയാളിയുടെ നന്മ മനസ്സ് അതിൻ്റെ പുറകെ നടന്നു എന്നുള്ളതാണ്. വയനാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി വയനാട്ടിൽ തന്നെ പ്രളയം ബാധിക്കാത്ത ആയിരക്കണക്കിന് ആളുകളും പുറമേയുള്ള കണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം കിട്ടിയവരെന്ന് പറഞ്ഞാൽ, കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്ത് നിന്ന് ഒരു വ്യക്തി ഒരു ടെക്സ്റ്റൈൽസ് മൊത്തമായിട്ട് കച്ചവടമാക്കിയിട്ട് വയനാട്ടിലേക്ക് പാർസൽ ചെയ്തു എന്നുള്ളതാണ്. അത്ര നന്മ മനസ്സുകൊണ്ട് 2 ദിവസം കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഏതാണ്ട് സോൾവ് ആയി. ഇപ്പോൾ മിക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആവശ്യത്തിലധികം ഡ്രസ്സും ഭക്ഷണവും എത്തിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 ഇഷ്യൂസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യുന്ന മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള രീതിയിൽ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയ തലമുറയിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുഴുവനും ഇത് ബാധിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ മനസ്സിനെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതും നമ്മൾ പലരും ആലോചിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ആലോചിക്കുന്നത് വീട്ടുകാർക്ക് വേണ്ട വസ്ത്രത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളാണ്. അത് വേണ്ട എന്നല്ല പറയുന്നത്, അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി. പക്ഷേ മനസ്സ് മുറിവേറ്റ മക്കൾക്ക് ഇനി എന്ത് സംഭവിക്കുന്നു, അവർക്ക് എങ്ങനെ മാറ്റം കൊടുക്കാമെന്നുള്ള ഒരു ഭീകരമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ ബാണാസുര ഡാം തുറന്നപ്പോൾ ആ ഡാമിലെ വെള്ളം ഒഴുകുന്ന പുഴയുടെ കരയിലുള്ള 100 കണക്കിന് വീടുകൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട 1-2 വിഷ്വൽസ് ഞാൻ വീഡിയോയിൽ കൂടെ കാണിക്കാം. 100 കണക്കിന് വീട്ടിൽ ഇന്നലെ വരെ അവർ താമസിച്ച് തുടങ്ങിയിട്ട് ഇത്രയും കാലം ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് കയറാത്ത, ഒരു മഴക്കാലത്തും മുറ്റത്ത് വരെ വെള്ളം കയറാത്ത പല വീട്ടിലുമാണ് വീടിൻ്റെ കട്ടിലയുടെയും മുകളിലേക്ക് വെള്ളം കയറി വരുന്നത്. മുറ്റത്ത് നിർത്തിയിട്ട് ഓട്ടോ ഓടിച്ച് ജീവിച്ചു പോകുന്ന ആളുടെ ഓട്ടോ മുങ്ങിപ്പോകുന്നു, കാറുള്ള ആളുകളുടെ കാറ്, എല്ലാം ഒരു രാത്രി കൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ട് അവർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ മുതിർന്ന മനസ്സുള്ള രക്ഷിതാക്കൾക്ക്, അച്ഛനും അമ്മയ്ക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ചെറുപ്രായത്തിലുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വരെ വളരെ ശാശ്വതമായി ജീവിച്ച, എന്താവശ്യപ്പെട്ടാലും അച്ഛൻ കൊടുക്കുമായിരുന്നു, എന്ത് വേണമെങ്കിലും കിട്ടുമായിരുന്നു. സ്കൂളിലെ ബാഗ്, പുസ്തകങ്ങൾ, യൂണിഫോം, ഫീസ് എന്ത് വേണമെങ്കിലും തന്നുകൊണ്ടിരുന്ന അതേ അച്ഛൻ്റെയും അമ്മൻ്റെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്കൂളിൽ എത്തിപ്പെടുന്നു. അവിടെ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം പ്രാഥമിക കർത്തവ്യത്തിന് രാവിലെ ഒന്ന് കക്കൂസിൽ പോകാൻ പോലും സൗകര്യമില്ലാതെ അന്ന് പോയ അതേ ഡ്രസ്സിൽ 2-3 ദിവസം അവിടെ നിൽക്കേണ്ടി വരുന്നു. ഫസ്റ്റ് ഡേ സത്യത്തിൽ നാട്ടുകാർക്ക് പോലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാകുന്നു, വസ്ത്രം മാറ്റാൻ പറ്റുന്നില്ല, അടിവസ്ത്രത്തിൻ്റെയൊക്കെ പ്രയാസം ഭയങ്കരമായിരുന്നു. അത് പക്ഷേ 1-2 ദിവസം കൊണ്ട് നമ്മൾ സോൾവ് ചെയ്തു. പക്ഷേ ആ കുട്ടികളുടെ മനസ്സിലേറ്റ മുറിവിനെ ഇനി ഞാൻ എന്ത്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലോ +2ലോ പഠിക്കുന്ന കുട്ടികളൊക്കെ, എനിക്കിനി ആരുമില്ല, എനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല, എൻ്റെ പുസ്തകം ഒലിച്ചു പോയി, എൻ്റെ ഉപ്പൻ്റെ കയ്യിലുള്ള, അച്ഛൻ്റെ കയ്യിലുള്ള ക്യാഷ് നഷ്ടപ്പെട്ടു പോയി, വീട്ടിലെ തുണികൾ നഷ്ടപ്പെട്ടു പോയി, അവർ കരയുകയാണ്, ഇനി ഞാൻ എന്തിനു ജീവിക്കണമെന്നുള്ള മാനസിക മുറിവിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളാണെങ്കിൽ ചെറിയ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, രോഗികളുണ്ട്, നേരത്തെ നിത്യരോഗികൾ, എല്ലാവരും അതിൽ പെട്ടുപോയി എന്നുള്ളതാണ്. പല സ്ഥലത്തും പക്ഷേ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ ഉടനെ തന്നെ അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റി. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ പലരും കാണുന്നത് തിരിച്ച് വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പിൽ വരേണ്ട അവസ്ഥയാണ്. വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത അത്ര ഭീകരമായ അവസ്ഥയുള്ള വീടുകളുണ്ടായിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്കും കിണറും ഒരുമിച്ചായി പോയ സ്ഥലങ്ങളുണ്ട്. വീടിനകത്ത് കംപ്ലീറ്റ് ദുർഗന്ധമുള്ളത്, വീട്ടിനകത്ത് ചെളി നിറഞ്ഞത്, പെട്ടെന്ന്
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി കൂടാൻ പറ്റാത്തത്. എനിക്ക് നേരിട്ടറിയാവുന്ന എനിക്കറിയാം പഴയ വീട്, പിന്നെ ഈ ചുട്ടക്കട്ട കൊണ്ട് കെട്ടുന്നതല്ലാത്ത നമ്മുടെ പച്ചക്കട്ട എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ, പച്ചക്കട്ട കൊണ്ട് കെട്ടിയ വീടുകളൊക്കെ അടിയിൽ ഒരു ദിവസം വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത് കുതിർന്നിട്ട് തകർന്ന് വീണു പോകും. അങ്ങനെ വീണുപോയ വീടുകൾ നമുക്കറിയാം. അവർക്കിനി ഒന്നുമില്ല, ഒരു ആശ്രയമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അടിയന്തരമായിട്ട് നൽകേണ്ട വസ്ത്രവും ഭക്ഷണവും മരുന്നും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഏതാണ്ടെല്ലാം 90% ക്യാമ്പുകളിൽ നമുക്കത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത്, തിരിച്ചു പോകുന്നവർക്ക് വീടില്ല എങ്കിൽ സർക്കാരിൽ നിന്ന് കിട്ടുന്ന സഹായത്തിനോ വില്ലേജ് ഓഫീസർ അപേക്ഷ കൊടുത്തിട്ടോ കാത്തു നിൽക്കുന്നതിന് പകരം ആർക്കെങ്കിലും അവരെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റുമെങ്കിൽ, വയനാട്ടിൽ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. ഇനി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സായി കഴിഞ്ഞു, പക്ഷേ വീട്ടിൽ ഇന്നലെ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുക്കള പാത്രങ്ങൾ, ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ, കിടക്കകൾ, ചെയറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അത് സംഭാവന ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് ചെയ്തു കൊടുക്കുക. അതോടൊപ്പം ഞാൻ പറയുന്നത് അല്പം എഡ്യൂക്കേറ്റഡായ കൗൺസിലിംഗ് മേഖലയിലുള്ള ടീച്ചേഴ്സായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആഴത്തിലുള്ള മനസ്സിൽ മുറിവേൽപ്പിക്കുകയും ആ മുറിവ് പക്ഷേ ഒരു തലമുറയെ തന്നെ, വയനാട്ടിലെ ഈ പ്രളയം ബാധിച്ച കുട്ടികൾ അടുത്ത ഒരു 30-40 വർഷം കഴിയുമ്പോൾ ഒരു തലമുറ മൊത്തം മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ അവർക്ക് ആത്മധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും അത് ഇവിടം കൊണ്ട് തുടങ്ങുകയാണ്, ഇനിയും പ്രയാസങ്ങൾ ഉണ്ടായേക്കാമെന്നും അത് തരണം ചെയ്യാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത്, മനക്കരുത്താണ് വേണ്ടത് എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മോട്ടിവേഷൻ സ്റ്റോറീസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് പലപ്പോഴും ചെറിയ കുട്ടികളായിരുന്നപ്പോൾ കഷ്ടപ്പെട്ട ആളുകളാണ് പിന്നീട് രക്ഷപ്പെട്ടത് എന്നുള്ള ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. ഒരു വീഡിയോയിൽ ഒതുങ്ങാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് വേണമെങ്കിൽ വിൽമ റുഡോൾഫിൻ്റെ കഥ പറയാം. പോളിയോ ബാധിച്ചിട്ടും ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിച്ച വിൽമ റുഡോൾഫിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ തന്നെ ബിഷർ സാർ ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൽ പറഞ്ഞ അരുണിമ സിൻഹയുടെ കഥ പറയാം. കാല് നഷ്ടപ്പെട്ടു പോയിട്ടും എവറസ്റ്റ് കീഴടക്കിയ കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്കറിയാവുന്ന ശാസ്ത്രജ്ഞന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കാം. ആൽവ എഡിസൻ്റെയൊക്കെ ലബോറട്ടറി കത്തി നശിച്ചു പോയിട്ടാണ് പിന്നീട് രക്ഷപ്പെട്ടു വരുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ നാടൻ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ കാരണവന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, വീട് കത്തിപ്പോവുകയോ വീട്ടിൽ വെള്ളം കയറുകയോ ചെയ്തു കഴിഞ്ഞാലാണ് ആ കുടുംബം പിന്നീട് രക്ഷപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഒരു പ്രയോഗമെങ്കിൽ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്താൽ ഞാൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. ഒരു കാരണവശാലും അതിദയനീയമായിട്ട് സിമ്പതിയല്ല നമ്മൾ കാണിക്കേണ്ടത്, എമ്പതി കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക. ആ രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ സാമ്പത്തിക സഹായം കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം. സ്ഥലം നഷ്ടപ്പെട്ടു, ഉരുൾപൊട്ടൽ കൊണ്ട് ഇനി ഒരിക്കൽ പോലും വീട് വെക്കാൻ പറ്റാതെ ആകെ 5 സെൻറ്റ് സ്ഥലമുണ്ട്, അത് താഴ്വാരത്തായിരുന്നു, ഉരുൾപൊട്ടിപ്പോയി അവിടെ. ഇനി അവിടെ ഒരു വീട് വെക്കാൻ ധൈര്യമില്ലാത്ത കുടുംബങ്ങളെ എനിക്കറിയാം. അങ്ങനെയുള്ളവരൊക്കെ സഹായിക്കാൻ ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒത്തൊരുമിച്ച് മുന്നേറുകയാണെങ്കിൽ അടുത്ത ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ ഇതിൻ്റെ ഒരു റിക്കവറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു അധ്യാപകനായി ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ തന്നെ പുസ്തകം നഷ്ടപ്പെട്ടു പോയത്, വീട് നഷ്ടപ്പെട്ടു പോയത്, വീടിനകത്തേക്ക് കയറിയ വെള്ളം കൊണ്ട് തുറന്നു വെച്ച വാതിലിലൂടെ എല്ലാം ഒലിച്ചു പോകുന്നത് കണ്ട ആളുകളുണ്ട്. ഇപ്പോൾ വെള്ളം ഇറങ്ങി പോകുമ്പോൾ പുഴയിലെ നടുവിലുള്ള മരത്തിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളും അതുപോലെ തുണികളും തങ്ങി നിൽക്കുന്നത് അതിദയനീയമായ കാഴ്ചയാണ്. അത് വയനാട്ടിൽ ഏതാണ്ട് എല്ലാ പ്രദേശത്തും ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാ പ്രദേശത്തും ജീവിതത്തിൽ ഇതുവരെ കാണാത്ത, എൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ഒരു 90-95 വയസ്സായ പ്രായമുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷായുസിൽ ഇതുവരെ കാണാത്ത അത്ര ഭീകരമായ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ നമ്മൾ കണക്ക് പറയുമ്പോൾ 1989 ഉണ്ടായിട്ടുണ്ട്, 63 ഉണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞാലും ഈ ആളുകളൊന്നും ഇത്രയും ഭീകരമായ ഒരു വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല. ഡാം തുറന്നിട്ടാണ് നമുക്ക് വേണമെങ്കിൽ കാരണം പറയാം, അതൊരു ഭാഗത്ത് മാത്രം. ഡാം ഇല്ലാത്ത ഭാഗത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും പുതിയ ഒരു ടീമിനെ നാളെ എനിക്കും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ അവരെ രക്ഷപ്പെടുത്താനുള്ള സജീവമായ പ്രവർത്തനങ്ങൾ എൻ്റെ പ്രേക്ഷകരായ എൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള 1,30,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ കുറേ പേരൊക്കെ ഇത് കാണും. അല്ലാത്ത പുതിയ വ്യൂവേഴ്സും ഇത് കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എല്ലാവിധ അനുഗ്രഹം നൽകും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇന്നത്തേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്. ഷോപ്പ് മൊത്തം നമ്മളെ സീൻ നാദാപുരം വിലക്കെടുത്തിരിക്കുകയാണ്. സാധനം കംപ്ലീറ്റ് വയനാട്ടിൽ ഇങ്ങനെ സംഭവം തന്നെയാണ്. ഇത് ആദ്യത്തെ നാദാപുരത്തുള്ള ഒരു ആദ്യത്തെ സംഭവമാണ് നമ്മളെ നടക്കാൻ പോകുന്നത്. ഒരു ഷോപ്പിൻ്റെ എല്ലാ സാധനങ്ങളും മൊത്തം കച്ചവടം ചെയ്യുന്ന അരിക്കോളമിതായ സാന്നിധ്യത്തിൽ ഇവിടെ വളരെ ആവേശത്തോടു കൂടി യാത്ര